ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഓതേണ്ട കുറച്ച് സൂറത്തുകളെ കുറിച്ചാണ്. സൂറത്തുൽ ഫത്തഹ്, സൂറത്തുൽ ഫാത്തിഹ, മുഅവ്വിദത്തൈൻ, സൂറത്തുൽ കാഫിറൂൻ, ആയത്തുൽ കുർസി, അങ്ങനെ കുറച്ച് സൂറത്തുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത്. ഈ പറയുന്ന സൂറത്തുകൾ നമ്മൾ എന്നും പതിവാക്കേണ്ടതാണ്. സൂറത്തുൽ ഫത്തഹ്, വിജയം എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫത്തഹ്. ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറാനും ഖൈറുണ്ടാവാനും സൂറത്തുൽ ഫത്തഹ് നമ്മൾ ദിവസം ഓതേണ്ടതാണ്. സൂറത്തുൽ ഫത്തഹ് 11 ദിവസം തുടർച്ചയായി ഓതിയാൽ നമ്മളുടെ ഏതാഗ്രഹവും നടക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫത്തഹ് ഓതാത്തവർ ഇന്നു മുതൽ ദിവസവും ഓതി തുടങ്ങുക. അടുത്തതായിട്ട് നമ്മൾ ജീവിതത്തിൽ ദിവസം ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇത് അള്ളാഹുവിനോടുള്ള ബന്ധം ശക്തിപ്പെടുത്താനും രോഗങ്ങൾ സുഖപ്പെടുത്താനും തിന്മയിൽ നിന്നുള്ള സംരക്ഷണത്തിനും ആന്തരിക സമാധാനത്തിനും ഫാത്തിഹ ഡെയിലി ഓതിയാൽ മതി. ഇനി മുഅവ്വിദത്തൈൻ, ഇത് രാവിലെയും വൈകുന്നേരവും ഓതേണ്ടതാണ്. പിശാചിൽ നിന്നുള്ള സംരക്ഷണത്തിനായി മുഅവ്വിദത്തൈൻ പതിവാക്കിയത് നല്ലതാണ്. പവർഫുൾ ദുആ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള സൂറത്താണ് സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്. ഇത് ഹറാമിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും. പിന്നെ സൂറത്തുൽ കാഫിറൂൻ, ഇതും നമ്മൾ ഡെയിലി പതിവാക്കേണ്ടതാണ്. ഇനി ആയത്തുൽ കുർസി, ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്താണ് ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്നത്. തിന്മയിൽ നിന്ന് സംരക്ഷിക്കാനും ശൈത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാനും അള്ളാഹുവിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനും ആയത്തുൽ കുർസി പാരായണം ചെയ്യേണ്ടതാണ്. ഈ സൂറത്തുകൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ എന്നും ഓതിയാൽ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുകൾ നമ്മൾ പതിവാക്കേണ്ടതാണ്.